ആലപ്പുഴ ജില്ലയുടെ 58ാമത് കളക്ടറായി അലക്സ് വർഗീസ് ചുമതലയേറ്റു. ജോൺ വി സാമുവലിനെ മാറ്റിയാണ് അർബൻ അഫയേഴ്സ് ഡയറക്ടറായിരുന്ന അലക്സ് വർഗീസിനെ ജില്ലാ കളക്ടറായി നിയമിച്ചത്. രാവിലെ 10 മണിയോടെയാണ് അലക്സ് വർഗീസ് കളക്ടറേറ്റിലെത്തി ചുമതലയേറ്റത്. നിലവിൽ അർബൻ അഫയേഴ്സ് ഡയറക്ടറായിരുന്ന ഇദ്ദേഹം 2017 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ്, അമൃത് മിഷൻ ഡയറക്ടർ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയറായും പ്രവർത്തിച്ചു. മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കൊല്ലം സ്വദേശിയാണ്. ADM വിനോദ് രാജ്, ഡെപ്യൂട്ടി കളക്ടർമാരായ S സന്തോഷ് കുമാർ, GS രാധേഷ്, ജിനു പുന്നൂസ്, HS പ്രീത പ്രതാപൻ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കുട്ടനാട്ടിലെ കുന്നങ്കരി SNDP ശ്മശാനം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 18.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. കുന്നങ്കരി SNDP ശ്മശാന റോഡ് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. 18,50,000 രൂപയാണ് ഈ റോഡിന്റെ നിർമ്മാണത്തിനായി MP ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. ആദ്യം 10 ലക്ഷം രൂപയാണ് ബഹുമാനപ്പെട്ട ശാഖാ പ്രസിഡന്റ് കൂടി അഭ്യർത്ഥന പ്രകാരം അനുവദിച്ചത്. എന്നാൽ പിന്നീട് പല ഘട്ടങ്ങളിലായി എസ്റ്റിമേറ്റ് എടുത്ത് വന്നപ്പോൾ ഈ റോഡിന്റെ സമ്പൂർണ്ണമായ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. റോഡ് സമ്പാദക സമിതി പ്രസിഡന്റ് M സോമൻ, സെക്രട്ടറി B റജി, PK പ്രഭാസ്, KB മോഹനൻ, കമലാസനൻ ശാന്തി, TV ബിജു, രമ്യ സന്തോഷ്, പ്രിയ മനോജ്, AR രഞ്ജിത്ത് മോൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക ഉപഭോക്തൃ അവകാശ ദിനാചരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെള്ളിയാഴ്ചയായിരുന്നു പരിപാടി. നിയമത്തിന്റെ ഭാഗമായി നമുക്കുള്ള സാധ്യതകളെയും നമ്മുടെ അവകാശങ്ങളെയും കുറിച്ച് ഒരു സമൂഹത്തിന്റെ ഒരു ടോട്ടലായൊരു പൊതുവായൊരു ബോധത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നിശ്ചയമായും വകുപ്പ് ഇത്തരം ഒരു പരിപാടിയിൽ ഇവിടേക്ക് ക്ഷണിച്ചവരിൽ വിദ്യാർത്ഥികൾ ധാരാളമുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന സ്കൂളുകളിലെ ടീച്ചേഴ്സോട് സന്നിഹിതരാണ്. ചടങ്ങിൽ ജില്ലാ സപ്ലൈ ഓഫീസർ CV മോഹനകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലറും കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ സൗമ്യ രാജ് ഉപഭോക്തൃ അവകാശ ദിന സന്ദേശം നൽകി. ഉത്തരവാദിത്വവും നീതിപൂർവവുമായ നിർമ്മിത ബുദ്ധി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ദിലീപ് റഹ്മാൻ ക്ലാസ് എടുത്തു. നഗരസഭാ കൗൺസിലർ സിമി ഷാഫി ഖാൻ, കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ചെയർമാൻ KG വിജയകുമാരൻ നായർ, കൺസ്യൂമർ സംരക്ഷണ സമിതി ചെയർമാൻ ഹക്കീം MK, മുഹമ്മദ് രാജ, കാർത്തികപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ G ഓമനക്കുട്ടൻ, സ്കൂൾ കോളേജ് കൺസ്യൂമർ ക്ലബ് അംഗങ്ങൾ, ഉപഭോക്തൃ സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈനഗരി കൃഷിഭവന് കീഴിലുള്ള പുല്ലാട്ട് പാടശേഖരത്തിന്റെ പുറംബണ്ട് നിർമ്മാണം ആരംഭിച്ചു. തോമസ് K തോമസ് MLA നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. MLA ജഡ്ജി മുതൽ തൊട്ടുള്ള സ്കൂൾ വരെ 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ ടെൻഡർ 18-ാം തീയതി പൊട്ടിക്കുക. അത് ഞാൻ ഇന്നലെ ഒരു കോൺട്രാക്ടറെ കൊണ്ടുവന്നിട്ട് നീ പിടിച്ച് ഒക്കത്തുള്ളെന്ന് അവനോട് പറഞ്ഞിരിക്കുകയാണ്. അത് പിടിക്കും. അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞാനീ പറഞ്ഞതുപോലെ തന്നെ ആകെ നമ്മൾ ശരിക്കും ഒരു തുരുത്താണ് അല്ലേ. മൂന്നാറ്റുമുഖം മുതൽ ചാലേച്ചട വരെ നമ്മൾ ഇതൊരു തുരുത്താണ് അല്ലേ. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്ത്. ആകെ ഉള്ള ഒരു കണക്ഷൻ വന്നത് ഈ മുണ്ടയ്ക്കപ്പാലമാണ്. ഈ മുണ്ടയ്ക്കപ്പാലം വരുന്നില്ലെങ്കിൽ ഒറ്റപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. അതുപോലെ നമുക്കൊരു ഔട്ട് പോസ്റ്റ് റോഡ് ഇല്ലേ, വളരെ ശക്തമായിട്ട് ഇത് നിൽക്കുമ്പോൾ തന്നെ അത് ഞാൻ അടുപ്പിച്ചതാണ്. അങ്ങുവരെ 150 മീറ്റർ 200 മീറ്ററോളം അടിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഉദ്ഘാടന യോഗത്തിൽ കൈനഗരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA KK ഷാജു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KA പ്രമോദ്, സബിത മനു, ഗ്രാമപഞ്ചായത്ത് അംഗം ആശ ജെയിംസ്, KS അനിൽകുമാർ, AD കുഞ്ഞച്ചൻ, ജെയിംസ് കല്ലുപാത്ര, ജോബി വർഗീസ്, AK ജയമോൻ, MS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. 11.5 കോടി രൂപ ചെലവഴിച്ചാണ് 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാടശേഖരത്തിന്റെ പുറംബണ്ട് നിർമ്മാണം പൂർത്തിയാക്കുക. കുട്ടനാട് ഡെവലപ്മെന്റ് ഡിവിഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾ. കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ ചമ്പക്കുളം പഞ്ചായത്തിലെ പാട്ടകൃഷി കർഷകന് 50,000-ത്തിലധികം രൂപയുടെ നഷ്ടം. കുലച്ച വാഴകളും മരച്ചീനിയും കത്തിനശിച്ചു.
കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ തീയിടുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നും നടപടി വേണമെന്നും കുടുംബം. ചമ്പക്കുളം പഞ്ചായത്ത് 8-ാം വാർഡിലെ പാട്ടകൃഷി കർഷകനായ അറയ്ക്കൽ വീട്ടിൽ ഔസേഫ് വർഗീസിനാണ് കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ 50,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായത്. 150-ഓളം കുലച്ച ഏത്തവാഴകളാണ് കത്തി നശിച്ചത്. 300-ലധികം മരച്ചീനി ചുവടുകളും നശിച്ചതായി ഔസേഫ് വർഗീസ് പറയുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ വല്ല തീ അങ്ങ് കിളരുക, ഒരു 5-6 ആൾ കിളർന്ന് തീ കളരുക, പിന്നെ കെടുത്താൻ ഒരു വഴിയില്ല, ഈ കത്തി അങ്ങ് പടരുകയായിരുന്നു. മൊത്തം വന്നാൽ 33 സെൻറ്റ് സ്ഥലം കപ്പയും വാഴയും വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു 1/3 ഭാഗം കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഒരു 19,000 രൂപയുടെ നഷ്ടമുണ്ട് മൊത്തം കണക്ക് കൂട്ടിയ. കപ്പയും പിന്നെ ഇതിന് പറമ്പിലിടയ്ക്ക് ഞാനിത് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവനും കുടത്തിന് വെള്ളം കോരി ഒഴിച്ചതാണ് അത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും അണച്ചില്ല, തനിയണയായിരുന്നു. ചെമ്പടി ചക്കങ്കരി പാടശേഖരത്തോട് ചേർന്ന് 33 സെന്റ് സ്ഥലം പാട്ടത്തിനടുത്താണ് ഔസേഫ് വർഗീസ് കൃഷി ചെയ്യുന്നത്. കപ്പയും വാഴയും മാത്രമാണ് ഇവിടെ കൃഷി. കൊടുംവേനലിൽ പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് തീപിടുത്തവും ഉണ്ടായത്. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലും സമീപ സ്ഥലങ്ങളിലും വേനൽക്കാലത്തും തീയിടാൻ ശ്രമിക്കുന്നതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് പരാതി. പോലീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പരാതി നൽകിയതായി ഔസേഫ് വർഗീസ് KCV ന്യൂസിനോട് പറഞ്ഞു. LDF മങ്കമ്പ് തെക്കേക്കര മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെള്ളിയാഴ്ച നടത്തി. ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സാജൻ സെബാസ്റ്റ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CAA കുറിച്ച് പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം 2019 ഡിസംബർ 14 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഇത്രയും കാലം ഭരണത്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്താണ് ഇപ്പോൾ പുറത്തെടുത്തത്? അവർക്കറിയാം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. എൻ്റെ സംശയം ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും നീട്ടുന്നതിൻ്റെ അടിസ്ഥാനവും അതുതന്നെയായിരിക്കാം. ആർക്കൊക്കെ ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവണം, ആരൊക്കെ പൗരന്മാരല്ല എന്ന് നിശ്ചയിക്കുവാൻ മതത്തെ ഒരു അടിസ്ഥാന ഘടകമാക്കി മാറ്റി. അതാണ് നമ്മൾ എതിർക്കുന്നത്. മുമ്പ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് ഒരു MP മാത്രമാണ് അതിനെ ശബ്ദിച്ചത്. ശരിയാണ്. ഇടതുപക്ഷത്തെന്ന് പറഞ്ഞു വെച്ചാൽ ബഹുമാനപ്പെട്ട ആരിഫ് മാത്രമാണ് അതിനെതിരെ ശബ്ദമുയർത്തിയത്. നമ്മൾ മനസ്സിലാക്കണേ, കോൺഗ്രസ് വളരെ വാദോരാതെ മതേതരത്വത്തെക്കുറിച്ച് പറയുമല്ലോ. ഒരാളെ പോലും അതിനെതിരെ ശബ്ദമുയർത്തിയതില്ലെന്ന് മാത്രമല്ല, അവരതിനെതിരെ നിശബ്ദമായി പിന്താങ്ങുന്ന സ്ഥിതി ഉണ്ടായി. എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്? നമുക്കറിയാം, ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചേർന്നപ്പോൾ 299 അംഗങ്ങളുള്ള ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വിരലിലുണ്ടാവുന്ന ഏതാണ്ട് 1 ഡസൻ മാത്രമാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്നത്. CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ യോഗത്തിൽ അധ്യക്ഷനായി. നേതാക്കളായ B ലാലി, G രാമചന്ദ്രൻ, ജേക്കബ് സാണ്ടർ, തോമസ് ജോസഫ്, ഷിബു മണല, അഗസ്റ്റിൻ ജോസഫ്, P സജിമോൻ, സണ്ണി മാത്യു പാലത്ര തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം KK അശോകൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ പൊതുസമ്പത്താകെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുകയാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരെന്ന് SUC കമ്മ്യൂണിസ്റ്റ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R പാർത്ഥസാരഥി വർമ്മ മാവേലിക്കര മണ്ഡലത്തിലെ SUC സ്ഥാനാർത്ഥി K വിമൽജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് കാരാഴ്മ ചന്തയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ മുഖ്യ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ നാട്ടിലെ വിലക്കയറ്റം തടയുവാൻ നിങ്ങൾ ഈ അധികാരം ഉപയോഗിച്ചോ? BJP നിങ്ങൾ 6,500 കോടി രൂപ സമ്പാദിച്ചല്ലോ. ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ചത് എന്താണ്? 28% നികുതിയാണ്. 60 രൂപയുടെ പെട്രോളിന് 110 രൂപയാക്കി തന്നു. 410 രൂപയുടെ പാചകവാതക സിലിണ്ടറിന് 1,000 രൂപയാക്കി 1,050 രൂപയാക്കി തന്നു. ഇല്ലേ? സർവവിധ ഉൽപ്പന്നങ്ങൾക്കും അതിഭീകരമായി വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണ് ഈ 10 വർഷം കൊണ്ട് BJP അധികാരം നിർവഹിച്ചത്. യോഗത്തിൽ അഖിലേന്ത്യാ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ സെന്റർ ജില്ലാ കമ്മിറ്റി അംഗം ഭുവനേശ്വരൻ അധ്യക്ഷത വഹിച്ചു. SUCI കമ്മ്യൂണിസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം T കോശി, V വേണുഗോപാൽ, സ്ഥാനാർത്ഥി K വിമൽജി എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ 8 സീറ്റിലാണ് SUCI മത്സരിക്കുന്നത്. കോട്ടയത്ത് VP കൊച്ചുമോനും ആലപ്പുഴയിൽ R അർജുനനുമാണ് സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പോലീസ് സുരക്ഷയുടെ ഭാഗമായി ചങ്ങനാശ്ശേരിയിൽ റൂട്ട് മാപ്പ് നടത്തി. ചങ്ങനാശ്ശേരി DYSP സജി മാർക്കോസിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. CRPF
ക്വിക്ക് റെസ്പോൺസ് ടീം, ചങ്ങനാശ്ശേരി പോലീസ് എന്നിവർ സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. SB കോളേജ് മുതൽ പെരുന്ന റെഡ് സ്ക്വയർ വരെ നടത്തിയ റൂട്ട് മാർച്ചിൽ ചങ്ങനാശ്ശേരി സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിനോദ് കുമാർ, SI ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പങ്കെടുത്തു. പോലീസ് മാമന്മാരെ അടുത്തറിയാൻ മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തിയ കുട്ടിപ്പട്ടാളം കൗതുക കാഴ്ചയായി. പരുമല സിൻഡസ്മോസ് പബ്ലിക് സ്കൂളിലെ pre-KG വിദ്യാർത്ഥികളാണ് പോലീസ് സ്റ്റേഷനിലെത്തി കളിയും ചിരിയുമായി ക്രമസമാധാന പാലകരെ അടുത്തറിഞ്ഞത്. പോലീസ് സ്റ്റേഷനും പോലീസുകാരെയും നേരിട്ട് കണ്ടപ്പോൾ ആദ്യം കുട്ടിപ്പട്ടാളത്തിൻ്റെ ഉള്ളിൽ കൗതുകവും ഭയവും. കാക്കിയോടുള്ള ഭയം അല്പസമയം നിശബ്ദതയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും പോലീസ് മാമന്മാർ മധുരം നൽകിയപ്പോൾ പേടിയെല്ലാം പമ്പ കടന്നു. കമ്മ്യൂണിറ്റി ഹെൽപ്പർമാരെയും സമൂഹത്തിൽ അവരുടെ പങ്കിനെയും കുറിച്ച് കൂടുതലറിയാൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരുമല സിൻഡസ്മോസ് പബ്ലിക് സ്കൂളിലെ കുരുന്നുകളുടെ പോലീസ് സ്റ്റേഷൻ സന്ദർശനം. സ്റ്റേഷന്റെ പ്രവർത്തന രീതിയും പോലീസിന്റെ കടമകളും പോലീസുകാർ കുട്ടികൾക്ക് മുൻപിൽ വിശദീകരിച്ചു. പോലീസില് കേട്ടോ സർക്കിൾ ഇൻസ്പെക്ടറാണ് കേട്ടോ. സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയും. കഴിഞ്ഞ ദിവസം രാവിലെ സ്റ്റേഷനിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ B. രാജേന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മധുരം നൽകിയാണ് സ്റ്റേഷനിലേക്ക് സ്വീകരിച്ചത്. പോലീസിനെ പോലെയുള്ള കമ്മ്യൂണിറ്റി ഹെൽപ്പർമാർ നമ്മുടെ നാടിൻ്റെ സുരക്ഷ നിലനിർത്തുന്നതിൽ മുഖ്യമായ പങ്കാണ് വഹിക്കുന്നതെന്നും സമൂഹത്തിൽ ഇവർ നിർവഹിക്കുന്ന വൈവിധ്യമാർന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടിയാണ് സ്റ്റേഷനിലെത്തിയതെന്നും പ്രധാനാധ്യാപിക ആനി ജോർജ് പറഞ്ഞു. കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് അവരെ എങ്ങനെയാണ് സമൂഹത്തിൽ അവർ ഇടപെടുന്നതെന്ന് കുട്ടികൾക്ക് ഈ മേഖലകളിലെല്ലാം അതിനോടുള്ള പേടിയും ഒക്കെ മാറാനായിട്ടും കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ മാന്നാർ പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്ലാസ് ടീച്ചർ പ്രതിഭ ദിലീപ്, ബിന്ദു സുനിൽ, ഹെൽപ്പർ നിഷ എന്നിവരും കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്നു. CAA ഭരണഘടനാ വിരുദ്ധമാണെന്നും ഉടൻ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് SDPI മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റി അംഗം സവർ മാന്നാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാന്നാർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കുറ്റിയിൽ ജംഗ്ഷനിലെത്തി തിരിഞ്ഞ് പരുമലക്കടവിൽ അവസാനിച്ചു. ഭാരവാഹികളായ ഷാനവാസ്, അനീസ് നാഥൻ പറമ്പിൽ, നിയാസ് ഇസ്മായിൽ, റഹീം ചാപ്രയിൽ, സിയാവുദ്ദീൻ, ഷിഹാബ്, നിസാം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഈ രാജ്യത്തെ വീണ്ടെടുക്കുവാനും ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ഈ രാജ്യത്തെ ഫെഡറലിസവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ നല്ല RSS ഒഴിച്ച് ഈ രാജ്യത്തെ എല്ലാ നല്ലവരായ ജനങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പുതിയൊരു സമരമുഖം തുറക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സാധനപാത ഉണർന്നിരിക്കുകയാണ്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ആലപ്പുഴയിലെ പ്രധാനമന്ത്രി കൗശൽ കേന്ദ്രയിൽ തൊഴിൽ പരിശീലനം ആരംഭിക്കുന്നു. 18-നും 39-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ യുവതീ-യുവാക്കൾക്ക് അപേക്ഷിക്കാം. AI ഡാറ്റ എഞ്ചിനീയർ, ക്ലൗഡ് സെക്യൂരിറ്റി അനലിസ്റ്റ്, 5G ടെക്നീഷ്യൻ, ഓഫീസ് അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കറ്റോടുകൂടിയ ഈ തൊഴിലധിഷ്ഠിത പദ്ധതിയിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ കളർകോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി കൗശൽ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 755-90-92-528 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ തന്നെ SSC അതായത് സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ അണ്ടറിലുള്ള കുറച്ച് കോഴ്സുകൾ, അതായത് ഏകദേശം 4000-ഓളം കോഴ്സുകളിൽ കുറച്ച് കോഴ്സുകൾ നമ്മളിവിടെ ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പോൾ നമുക്ക് ഫ്രീ കോഴ്സ് വരുന്ന കോഴ്സുകളിൽ ഫ്രീ കോഴ്സ് ഓഫീസ് അസിസ്റ്റൻറ്റ്, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ്, AI ഡാറ്റ എഞ്ചിനീയർ ആൻഡ് ക്ലൗഡ് സെക്യൂരിറ്റി ആൻഡ് 5G ടെക്നീഷ്യൻ, ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. 2.5 മാസം തൊട്ട് 4 മാസം വരെയാണ് എൻ്റെ കോഴ്സിൻ്റെ കാലാവധി വരുന്നുണ്ടാവുക.
ഇതിനകത്ത് ഓഫീസ് അസിസ്റ്റൻറ്റ്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന 2 കോഴ്സുകൾ നമ്മൾ പൂർണ്ണമായിട്ടും 100% നമ്മൾ പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയോട് കൂടിയാണ് ചെയ്യുന്നത്. മറ്റു കോഴ്സുകൾ AI ഡാറ്റ എഞ്ചിനീയർ, 5G ടെക്നീഷ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ പ്ലേസ്മെൻറ്റോടെ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, സോ പൂർണ്ണമായിട്ട് നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ്, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റാണ്. ഇപ്പോൾ ആലപ്പുഴ തന്നെയുള്ള പല ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. PMKK ആലപ്പുഴ സെൻട്രൽ മാനേജർ അരുൺ, അക്കാദമിക് കൗൺസിലർ ജിൻസി മാർട്ടിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനൊപ്പം തൊഴിലവസരങ്ങളും ഒരുക്കുമെന്ന് ഇവർ അറിയിച്ചു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഹരിപ്പാട് സബ് സെന്ററിൽ ആരംഭിക്കുന്ന അവധിക്കാല കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, C++, പൈത്തൺ പ്രോഗ്രാമിംഗ്, DTP, HTML ആൻഡ് CSS ഉപയോഗിച്ചുള്ള വെബ് ഡിസൈൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2 പരീക്ഷ എഴുതിയവർക്കും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി അപേക്ഷിക്കാം. ഫോൺ നമ്പർ 047924172020. MG സർവകലാശാല എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ കോട്ടയം മോഡൽ കരിയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 19 രാവിലെ 10 സൗജന്യ തൊഴിൽമേള നടത്തുന്നു. സ്വകാര്യ ബാങ്കിന്റെ കോട്ടയം ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിലെയും എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബിസിനസ് പ്രോസസ്സിംഗ് ആൻഡ് ടെക്നോളജി മാനേജ്മെന്റ് കമ്പനിയിലെയും വിവിധ തസ്തികകളിലുള്ള 150 ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനാണ് ജോബ് ഡ്രൈവ്. +2 ഡിഗ്രി PG യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കോട്ടയം അതിരമ്പുഴയിലെ മഹാത്മാഗാന്ധി സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ രാവിലെ 9:30 ബയോഡേറ്റ സഹിതം എത്തണം. വിശദ വിവരങ്ങൾക്ക് മോഡൽ കരിയർ സെന്റർ കോട്ടയം ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0481273125, 8075164727. ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ രാജാ കേശവദാസ് നീന്തൽക്കുളത്തിൽ നീന്തൽ പരിശീലനത്തിനായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 1 രാവിലെ 6 മുതൽ ക്യാമ്പ് ആരംഭിക്കും. പ്രായപരിധിയില്ല. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേക ബാച്ചുകൾ ഉണ്ടായിരിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 8304043090, 0477225390. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6030 രൂപ, പവന് 48,240 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.